2019 രാജ്യത്തുണ്ടായിരുന്നത് മോദിയും അമിത്ഷായും ചേർന്നുള്ള BJP സർക്കാരായിരുന്നു. എന്നാൽ 2024 കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ BJP സർക്കാരല്ല, മറിച്ച് NDA സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിലേറാൻ പോകുന്നത്. നാളെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ തന്നെ സഖ്യകക്ഷികളായിട്ടുള്ള നിതീഷ് കുമാറിൻ്റെ JDUവിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുഗുദേശം പാർട്ടിയുടെയും തീരുമാനങ്ങൾ BJPക്ക് ഏറെ നിർണായകമാണ്. ഈ രണ്ടു പേരെയും ചൊടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇനിയുള്ള 5 വർഷങ്ങളിൽ BJPക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഇതിനിടയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുകയാണ് JDU. BJPയെ പറ്റി പൊതുവായി പ്രതിപക്ഷ നേതാക്കളൊക്കെ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം BJPയുടെ പ്രവർത്തനങ്ങളും ആശയങ്ങളുമൊക്കെ മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരാണ് എന്നുള്ളതാണ്. അതിന് ഒട്ടനേകം സംഭവങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതുമാണ്. എന്നാൽ ഈ 2024 അതായത് നാളെ അധികാരത്തിലേറാൻ പോകുന്ന NDA സർക്കാരിന് ന്യൂനപക്ഷങ്ങളെയും മുസ്ലിങ്ങളെയും വേർതിരിച്ച് കണ്ടുകൊണ്ട് ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് JDU. JDUവിൻ്റെ ദേശീയ വക്താവായിട്ടുള്ള KC ത്യാഗിയുടെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള യാതൊരു നീക്കവും ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന ഭാഗമായി JDU മാറുമ്പോഴും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള യാതൊരു നീക്കത്തിനും ഞങ്ങൾ അനുമതി നൽകില്ല എന്നുള്ളതാണ് JDUയുടെ ദേശീയ വക്താവായിട്ടുള്ള KC ത്യാഗി പറഞ്ഞിട്ടുള്ളത്. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം ഏക സിവിൽ കോഡാണ്. ഈ ഏക സിവിൽ കോഡ് നേരത്തെ BJP പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ഒരു ഘടകമാണ്. ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കും വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ട്. എന്നാൽ ഏക സിവിൽ കോഡ് BJP നടപ്പിലാക്കുകയാണ് എങ്കിൽ എല്ലാ വിഭാഗക്കാരുമായി ചർച്ച ചെയ്ത് അവർക്ക് ഓക്കെയാണ് എങ്കിൽ മാത്രമേ ഈ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയുള്ളൂ എന്നാണ് KC ത്യാഗി പറഞ്ഞിരിക്കുന്നത്. ഈ ഏക സിവിൽ കോഡിന് പിന്നാലെ ഈ അഗ്നിവീറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അതൃപ്തി KC ത്യാഗി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ BJPയുടെ ആശയമായിട്ടുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയോട് ഞങ്ങൾ പിന്തുണ നൽകും എന്നുള്ളതും KC ത്യാഗി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ KC ത്യാഗി അല്ലെങ്കിൽ JDUവിൻ്റെ നയം എന്ന് പറയുന്നത്, അവർ ഉറപ്പിച്ചു പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നീക്കവും ഞങ്ങൾ കൂടി ഭാഗമാകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി BJPയുടെ അടുത്ത പ്രധാന കക്ഷിയായിട്ടുള്ള തെലുഗുദേശം പാർട്ടി, അവരും മുസ്ലിം സംവരണം വേണമെന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളകളിലേക്കും അതിനു മുമ്പുമൊക്കെ TDPയുടെ പ്രധാനപ്പെട്ടുള്ള ഒരു വാഗ്ദാനമായിരുന്നു മുസ്ലിം സംവരണം ഞങ്ങൾ നടപ്പിലാക്കും. കാരണം ഈ TDPയുടെ വോട്ട് ബാങ്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഹിതം അത് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം വിഭാഗത്തെയോ ന്യൂനപക്ഷ വിഭാഗത്തെയോ ചൊടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തെലുഗുദേശം പാർട്ടിക്കാവില്ല. അങ്ങനെ സംഭവിച്ചാൽ അവർക്ക് ആന്ധ്രയിലെയും കൂടി ഭരണം നഷ്ടമാകും. അതല്ല എങ്കിൽ ആന്ധ്രയിലും അവർക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തെലുഗുദേശം പാർട്ടിയും പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള യാതൊരു നീക്കങ്ങളും ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ BJPക്ക് ഇനിയുള്ള 5 വർഷം ഭരണം പൂർത്തിയാക്കണമെങ്കിൽ കൂടെ ഉണ്ടാവേണ്ട ഏറ്റവും നിർണായകമായ 2 ശക്തികളുടെയും നിലപാട് മുസ്ലിങ്ങൾക്കെതിരെയായിട്ടുള്ള നീക്കങ്ങൾ യാതൊരു തരത്തിലും ഞങ്ങൾ വെച്ചു പുറപ്പിക്കില്ല എന്നുള്ളതാണ്. അതിൽ BJPയുടെ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നായ യൂണിഫോം സിവിൽ കോഡ് അടക്കം വലിയ രീതിയിൽ JDU ഒരു അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ 5 വർഷം BJPയെ സംബന്ധിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.